ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് പൊടിയരി കഞ്ഞിന് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ കഞ്ഞി റെഡിയാക്കാൻ വേണ്ടി കുറച്ച് പൊടിയരിയൊക്കെ എടുത്ത് കഴുകി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇപ്പോൾ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ മറിയവിനൊരു ഉഷാറില്ല. അപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് മദ്രസയിലേക്കും സ്കൂളിലേക്കും വിടണ്ടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിയൊക്കെ മാറിയിട്ടൊക്കെ വിടാമല്ലോ. അപ്പോൾ ഇന്നലെ കുറച്ച് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇന്ന് എന്തായാലും വേറെ നാസ്തൊന്നും ഉണ്ടാക്കാനായിട്ടൊരു മൂഡില്ല. അപ്പോൾ ചപ്പാത്തി എടുത്ത് അതും ചുട്ട് തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കിയെടുത്ത് ചായയൊക്കെ റെഡിയാക്കി ഇപ്പോൾ നാസ്ത കഴിക്കലാണ്. നാസ്ത കഴിക്കുന്നതിൻ്റെ ഇടയിൽ പൊടിയരിക്കഞ്ഞി അവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഒരു വിസിലടിച്ച് രണ്ടാമത്തെ വിസിലടിച്ചപ്പോഴത്തേക്കും നല്ല പണി കിട്ടി. ആകെ തിളച്ച് ചാടി സ്റ്റൗ ആകെ വൃത്തികേടാക്കി. നല്ല പൊടിയരിയല്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളം വീണാലുള്ള അവസ്ഥ അറിയാലോ. നല്ല കുറുകിയ വെള്ളം വീണിട്ട് ആകെ സ്റ്റൗ ആകെ എനിക്ക് നല്ല പണി തന്നേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതാ സ്റ്റൗവൊക്കെ മാറ്റി വെച്ച് അതൊക്കെ നീറ്റാക്കൽ തന്നെ. എന്താ ചെയ്യുക, നമുക്ക് അത് വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വൃത്തിയാക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല പണിയായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അവിടെ വീണ്ടും കുറച്ച് ജോലികൾ കൂടിയെന്ന് തന്നെ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷമാണ് ഇനിയിപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതോടുകൂടി തന്നെ ഇന്നത്തെ പ്ലാനിങ്ങും മാറ്റി. ഇന്ന് എല്ലാവർക്കും ലഞ്ച് സ്പെഷ്യൽ കഞ്ഞി തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഇന്ന് നല്ലൊരു സ്പെഷ്യൽ ഉപ്പേരിയും കൂടി ഇതിന് റെഡിയാക്കിയിട്ട് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത്. അപ്പോൾ നോക്കിയപ്പോൾ രണ്ടാമത്തെ വിസിലിൽ കുക്കർ ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വെച്ചതല്ലേ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ ഇപ്പോൾ കഞ്ഞി വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. 4 വിസിലെങ്കിലും അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റവിൽ വെച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ കഞ്ഞി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു പണി കിട്ടിയെങ്കിലും ഇനിയിപ്പോൾ രണ്ടാമത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതായതിനിപ്പോൾ മറിയമ്മിന് കുറച്ച് കഞ്ഞിയൊക്കെ എടുത്ത് അതൊന്ന് കുടിക്കേണ്ട ചൂടൊക്കെ ആക്കിയെടുത്ത് ആൾക്കൊന്ന് കൊടുക്കണം. അപ്പോൾ നല്ല പ്ലാവലയുടെ കയ്യിലൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ആൾക്കൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും വെറൈറ്റിയൊക്കെ കാണണം. നല്ല പാത്രങ്ങളായാലും അത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് എന്നാലേ ഉണ്ടാവുള്ളൂ. എൻ്റെ ചെറുപ്പത്തിലെ കയ്യിലാണിത്, എനിക്ക് എൻ്റെ ഉമ്മ തന്നതാണിത്. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിൽ ഇപ്പോഴും പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ മാത്രമല്ലേ അത് എടുക്കുള്ളൂ. ഞാനിടയ്ക്ക് കാണാനായിട്ട് എപ്പോഴും അതെൻ്റെ കിച്ചണിലുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ മറിയമ്മിന് കഞ്ഞിയൊക്കെ കൊണ്ടുകൊടുത്തപ്പോൾ മറിയമ്മിൻ്റെ അടുത്ത് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓറിയോ മറിയമ്മിൻ്റെ ടോയാണ്. ഓറിയോക്ക് മറിയമ്മും ടോയാണ്. അപ്പോൾ ജീവനുള്ള 2 ടോയ്സ് ഉണ്ട് ഇവർ 2 പേരും. ഇനിയിപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടി 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും 2 വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇപ്പോൾ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചെമ്മീൻ വളരെ കുറച്ച് സമയം തന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അധികം കുക്കായിട്ടുണ്ടെങ്കിൽ തന്നെ റബ്ബർ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ചെമ്മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള അടുത്ത റെസിപ്പി റെഡിയാക്കിയെടുക്കാം. നീളത്തിലുള്ള പയർ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ ചെമ്മീൻ കുക്ക് ചെയ്ത ആ ഗ്രേവിയിലാണ് ഞാനിപ്പോൾ ഈ പയർ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഈ ഉപ്പേരി റെഡിയാക്കി എടുക്കുമ്പോൾ. സ്റ്റവിൽ വെച്ചതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 6 വറ്റൽമുളകും 1 കൈപ്പിടി ചുമന്നുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാകത്തിന് കുക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പോട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ പോട്ടിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളകും ഒരുമിച്ച് തന്നെ ചേർത്ത് ക്രഷ് ചെയ്തെടുത്തിട്ട് ഉപ്പേരി റെഡിയാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഉള്ളി മുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക.
എല്ലാ ചെമ്മീനും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ റെസിപ്പി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ റെസിപ്പിയും കൂട്ടിയിട്ട് ഇപ്പോൾ കഴിക്കലാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ കഞ്ഞിയും ഉപ്പേരിയും ഒക്കെ കൂട്ടി കഴിച്ച് ഇന്നത്തെ ലഞ്ച് ഇവിടെ റാഹത്തായി. അൽഹംദുലില്ലാഹ് ഫുഡ് കഴിച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ എൻ്റെ റോസൊക്കെ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആകെ മുരടിച്ച് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വളർച്ച. എന്നിട്ട് കുറേ കമ്പൊക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം ഇപ്പോൾ രണ്ടാമത് റെഡിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ നിറയെ പടർന്നിട്ടുണ്ട്. കുറേ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വീണ്ടും അത് ഉണ്ടായി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായി വന്നപ്പോൾ അതിൻ്റെ ആ ഭംഗി കണ്ടപ്പോൾ അതങ്ങനെ അവിടെ വളരട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ ഇപ്പോൾ അതാ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിറയെ റെഡ് കളറിലുള്ള ഈ ഫ്ലവർ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഓരോന്നുണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പോട്ടിൽ ഞാനൊരു പാഷൻ ഫ്രൂട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതാ എൻ്റെ ബുഷ് ഓറഞ്ച് അത് നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഇപ്പം അത് ശരിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാസമായി ഇപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് വേറെയും ഇവിടെ കുറേ ഉണ്ട്. എല്ലായിടത്തും നല്ല തിങ്ങി നിറഞ്ഞ് പാഷൻ ഫ്രൂട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുമ്മേൽ ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടും ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പം നിറയെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിന് കാണാനായിട്ട് നല്ല തണലുമാണ്. ഇപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെയല്ല, വേനലിൽ നല്ല തണുപ്പായിരിക്കും ഇവിടെ. അപ്പം ഇപ്പോഴാണ് മഴക്കാലത്തായപ്പോഴും നല്ല ബുഷിയായിട്ട് വന്നേക്കണത്. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തേക്കണ എൻ്റെ പച്ചക്കറികളൊക്കെ അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. വഴുതന നിറയെ അതിൻ്റെ ലീഫൊക്കെ കേട് വന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എൻ്റെ കുരുമുളക് പ്ലാന്റിൽ ആ പോട്ടിൽ ഞാൻ കുറേ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ കുറേ പപ്പായ തൈകളും മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വലുതാവട്ടെ, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതുണ്ട്. പക്ഷേ എൻ്റെ പെപ്പർ പ്ലാന്റിന് അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതൊന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 പ്ലാന്റ് ഇവിടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിലുള്ള വലുത്. അപ്പോൾ ആ 2 തൈ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അത് മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ഞാനിതൊക്കെ മാറ്റി വെച്ച് അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി വാഷ് ചെയ്തതിന് ശേഷം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഈ ഭാഗമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഇന്നത് ഉണങ്ങിയതിന് ശേഷം വേണം അതൊക്കെ അടിച്ചെടുത്ത് നന്നായിട്ട് നീറ്റാക്കിയിട്ട് ഒക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇന്ന് ഇവരിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ നെയ്ബർ ഫ്രണ്ട് എനിക്ക് പാല് കൊണ്ടുവന്നിട്ടുണ്ട്. പാലില്ലെങ്കിൽ ചായ കുടിക്കാനായിട്ട് ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ പാല് കിട്ടിയപ്പോൾ തന്നെ വേഗം തന്നെ കയറിയിട്ട് ചായ ഉണ്ടാക്കി മോമോസും കൂട്ടി ഇപ്പോൾ ആ ചായ കുടിക്കലാണ്. ചായ കുടിക്കാണ്ട് ഒരു ഉഷാറുണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ പാല് കിട്ടുമല്ലോ എന്തായാലും, അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നെയ്ബർ ഫ്രണ്ട് എനിക്ക് പാലും കൊണ്ട് വന്നപ്പോൾ വേഗം തന്നെ ചായ ഉണ്ടാക്കി കൊടുത്ത് കുടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും വന്നത്. അപ്പോൾ അതാ ഇവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി പോട്ടിൽ നിന്നുള്ള മണ്ണൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ആ മണലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അടിച്ചെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പോട്ടൊക്കെ ഒന്ന് അതിലൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വീണ്ടും അത് സെറ്റ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഇത് മാസത്തിലൊരു പ്രാവശ്യം ഞാൻ ചെയ്ത് കൊടുക്കും. എന്തായാലും നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിനൊക്കെ നല്ലൊരു ഉഷാറായിട്ട് തന്നെ വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. 3 മാസം കൂടുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മളെ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് അത് നല്ല യൂസായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും മാസത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചെടികളൊക്കെ സെറ്റ് ചെയ്യണ സമയത്ത് തന്നെ എൻ്റെ പതിവ് സന്ദർശകനാണ് ജിബ്രു.
അപ്പോൾ ജിബ്രു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അത് ഞാൻ കണ്ടില്ല, അത് വന്നിട്ട് എൻ്റെ ബാക്കിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ വന്നിരുന്ന് നമസ്കാരവും അതിൻ്റെ ആ സ്നേഹപ്രകടനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ടൈപ്പ് കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്നെ വാച്ച് ചെയ്തിട്ട് ഇവർ കിടക്കും. കുറേ ബേർഡ്സും ജിബ്രും കുറച്ച് കാറ്റും കുറച്ച് ബേർഡ്സും ഒക്കെ ഉണ്ടാവട്ടെ എൻ്റെ കൂട്ടുകാരായിട്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് ഇവരൊക്കെ. ജിബ്രു ഇവിടുത്തെ ആളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുഡ് കൊടുക്കണമെന്ന് നന്ദി. അപ്പോൾ ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് ഞാൻ മക്കളുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതുവരേക്കും ബാക്കിയുള്ള പ്ലാൻസൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഒന്ന് ഉഷാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയൊക്കെ ഇനിയിപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ജിബ്രു കുറച്ച് നേരമായില്ലേ വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ ജിബ്രുവിനുള്ള ഫുഡ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ചിക്കനും ബീഫും ഉണ്ടെങ്കിലാണ് ജിബ്രുവിനൊരു സന്തോഷമുള്ളൂ. ഫിഷ് കുഴപ്പമില്ല, എന്നാലും വലിയ ഇഷ്ടമില്ല. ബീഫും ചിക്കനും ആണ് ജിബ്രുവിൻ്റെ ഫേവറേറ്റ്. ഇത് എവിടെയോ വളർത്തിയ കരിനെ കുറച്ച് പ്രായമായപ്പോഴും ഒഴിവാക്കിയതാണ്. ഭയങ്കര കഷ്ടം തന്നെയാണ് അല്ലേ, ഇങ്ങനെ പ്രായമാകുമ്പോൾ ഒക്കെ വളർത്തിയ ഡോഗിനൊക്കെ ഒഴിവാക്കുമ്പോൾ അവരൊരു മനസാക്ഷി ഇല്ലാത്തവരെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ കാണുമ്പോൾ. നമ്മൾ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അതിനൊരു നന്ദിയുണ്ട്. അത് ആ ദിവസം ആ സമയവും നോക്കിയിട്ട് എന്തായാലും വരും. ഇവിടേക്ക് വരുന്നത് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അപ്പോൾ ജിബ്രുവിന് എന്തായാലും ഫുഡ് കിട്ടുമെന്നുള്ള അറിയാം. അപ്പോൾ ആ ഒരു നന്ദിയുടെ ഭാഗമായിട്ട് നമ്മൾ എവിടെ കണ്ടാലും അത് ഓടി വരും. അപ്പോൾ ജിബ്രും ഇവിടുത്തെ ഒരംഗത്തെ പോലെ ആയി. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലാൻസൊക്കെ നല്ല ഉഷാറായി. കുറേ നല്ല നല്ല പ്ലാൻസുകളൊക്കെ പോയി കഴിഞ്ഞപ്പോഴുള്ളതൊന്ന് സംരക്ഷിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഭയങ്കര കെയറിങ് ആണ്. എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ കെയർ ചെയ്തുകൊണ്ടേ പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ സ്പെഷ്യൽ ഫുഡൊന്നും ഇന്നില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സാലഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഡിന്നർ സ്പെഷ്യലും ഇതാണ്. അപ്പോൾ ഇത് കഴിച്ച് ഒന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിടക്കുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും കുറച്ചൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിലൊക്കെ എഡിറ്റ് ചെയ്ത് വെക്കാം. ഞാൻ റെഗുലറായിട്ടൊന്നും വീഡിയോസൊന്നും ഇടാറില്ല. കുറച്ച് മാസങ്ങൾക്കൊക്കെ ശേഷമാണ്, കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇട്ട് തുടങ്ങുക. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇടൽ, ഇപ്പോൾ ആഴ്ചകൾക്ക് ശേഷം, ഇനിയിപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം, ഇനിയിപ്പോൾ റെഗുലറായിട്ട് ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് ഇനി ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് കിടന്ന് ഉറങ്ങുള്ളൂ. അപ്പോൾ കുറേ ടൈം തന്നെ ഇതിനായിട്ടൊക്കെ വേണം കേട്ടോ. ഒരുപാട് നല്ല ഉറക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ചില ദിവസങ്ങൾ വെളുപ്പിനൊക്കെയാണ് ഉറങ്ങുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എന്തായാലും റെഗുലറായിട്ട് ഇടണമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പം എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറേ സമയം തന്നെ സ്പെൻഡ് ചെയ്യലാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഇടുമ്പോഴല്ലേ നമ്മളെ മനസ്സിൻ്റെ ഒരു സന്തോഷവും നമ്മളുടെ ഒരു പാഷനും നമ്മളെ സന്തോഷവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു മനസ്സിനുള്ളൊരു സന്തോഷമാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ സമയം നല്ല രീതിയിൽ നമുക്ക് ചിലവഴിക്കാനും അങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.